ഈ കൊല്ലം ഈ ജെൻസിക്കാർക്ക് എന്താ പറ്റിയതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇവരുടെ റുട്ടീൻ എങ്ങനെയാ അറിയോ? രാവിലെ എണീക്കുക, വൺ പീസിൻ്റെ സ്ട്രോ ഹാറ്റിൻ്റെ കൊടി എടുത്തിട്ട് ഇറങ്ങുക പ്രൊട്ടസ്റ്റിന്, വൈകുന്നേരം ആകുമ്പോഴേക്കും ഗവൺമെൻറ്റിനൊക്കെ അട്ടിമറിക്കാൻ നോക്കുക. ഇതന്നെയാണ് പണി. ചില സ്ഥലത്തൊക്കെ സക്സസ്ഫുള്ളായി, ചില സ്ഥലത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ എവിടെയൊക്കെ കണ്ടു, നേപ്പാളിൽ കണ്ടു, ഇന്തോനേഷ്യയിൽ കണ്ടു, മൊറോക്കോയിൽ കണ്ടു, പെറുവിൽ കണ്ടു. അങ്ങനെ എല്ലാവിടെയും ഈ ജെൻസി പ്രൊട്ടസ്റ്റിൻ്റെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ. ഇതൊക്കെ ഏത് ജെൻസിയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. എൻ്റെ വീടിൻ്റെ അടുത്തും കുറേ ജെൻസി പിള്ളേരൊക്കെ ഉണ്ട്. അവരൊന്നും ഇങ്ങനെയല്ല. ഇതൊക്കെ ജെൻസി ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ സംശയമുള്ള തോന്നാൻ കാരണം, ഇന്നാൾ 2 ദിവസം മുന്നേ മെക്സിക്കോയിൽ ഒരു ജെൻസി പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ മുകളിൽ കാണുന്ന സീനുകളൊക്കെ അതാണ്. മെക്സിക്കോയിലെ നാഷണൽ പാലസ് എന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം ഒക്കെ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് വയലന്റ് പ്രൊട്ടസ്റ്റാണ്. ഒരുപാട് പേർക്ക് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഇത് നടത്തിയത് ജെൻസി മെക്സിക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടനയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ പിള്ളേരിനെ ഒന്നും കാണാനില്ല. നേപ്പാളിൽ പേരിനെങ്കിലും കുറേ പേരുണ്ടായിരുന്നു, ഇവിടെ അതൊന്നും ഇല്ല. അപ്പോൾ എന്തിനാണ് ഈ പ്രൊട്ടസ്റ്റ്, എന്താണ് മെക്സിക്കോയിൽ നടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ക്ലോഡിയ ഷെയ്ൻബോം 2024 അവർ ഇലക്ഷൻ ജയിച്ച് വന്നത്. ഈ മെക്സിക്കോയിലെ കാര്യം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, പൊളിറ്റീഷ്യന്മാരെയും ജേർണലിസ്റ്റിനെയൊക്കെ വെറുതെ പോകുമ്പോൾ വെടിവെച്ച് കൊല്ലും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. കണക്ക് പറയുന്നത് 2024 ഇലക്ഷൻ്റെ സമയത്ത് മാത്രം മേയർ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള വേറെയുള്ള പൊളിറ്റീഷ്യന്മാർ എല്ലാവരും കൂടി ചേർന്നിട്ട് 60 പേര് മരിച്ചു എന്ന്, കൊന്നു എന്ന്. ഇവർ ആരാ കൊല്ലുന്നതെന്ന് അറിയാലോ? ഈ കാർട്ടൽസും ബാക്കിയുള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർ. അങ്ങനെ ഇലക്ഷൻ ക്ലോഡിയ ജയിച്ചു. ലെഫ്റ്റ് വിങ് ആണ് പുള്ളിക്കാരി കേട്ടോ, അത് നോക്കണം. ട്രംപിൻ്റെ മെയിൻ ശത്രുവാണ്. ട്രംപിനെ കണ്ടെടുത്താൽ കണ്ടുകൂടെ ഇവരുടെ. പുള്ളിക്കാരി ജയിച്ചിട്ട് എന്തൊക്കെയോ കുറേ വെൽഫെയർ കാര്യങ്ങളൊക്കെ നോക്കി 12% എന്തോ മിനിമം വേജ് കൂട്ടി, 1.2% കൺട്രിയുടെ ഗ്രോത്ത് കൂട്ടി, ഇൻഫ്ലേഷൻ കുറച്ചു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു സൈഡ്. അപ്പുറത്തെ സൈഡ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർട്ടൽസിനൊക്കെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ടും 27 പേര് വീണ്ടും മരിച്ചു. ഈ മരിക്കുന്നതൊക്കെ സാധാരണ ആൾക്കാരല്ല, അത് വേറെ ഉണ്ട്. ഇത് വലിയ വലിയ പൊളിറ്റീഷ്യന്മാരും മെയിൻ ആൾക്കാരൊക്കെയാണ് മരിക്കുന്നത്. ഈ കഴിഞ്ഞ നവംബർ 1 കാർലോസ് മൻസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേയർ മരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ അടിപിടിയൊക്കെ നടക്കുന്നത്. മെക്സിക്കോക്കാരൻ്റെ അവസ്ഥ അറിയാലോ, അവർക്ക് എന്തെങ്കിലും ഒരു ജോലി വേണമെങ്കിൽ അമേരിക്കയിൽ പോകണം, പിന്നെ അല്ലെങ്കിൽ കാർട്ടലിൽ ചേർന്ന് വെടിവെക്കാൻ നടക്കണം. ഇത് തന്നെയാണ് പരിപാടി. ഇപ്പം ഇത് ജെൻസി ആണെന്ന് റൈറ്റ് വിങ് പറയുന്നുണ്ട്, ലെഫ്റ്റ് വിങ് പറയുന്നു ജെൻസി ഒന്നും അല്ല. ജെൻസിക്കാർ കുറച്ച് പേര് ഇതിന്നൊക്കെ ബാക്ക് ഔട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനത്തെ ന്യൂസും വരുന്നുണ്ട്. എന്തൊക്കെയോ ഒരു പന്തികേട് അവിടെ നടക്കുന്നുണ്ട്. മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ അമേരിക്കക്കാരനായിരിക്കണം ഇതിൻ്റെ പിന്നിൽ. ഇവരുടെ ഈ ക്ലോഡിയ ഷെയ്ൻബോമിനെ താഴെ ഇറക്കാനുള്ള കളികളായിരിക്കും ഇപ്പം നടക്കുന്നത് അവിടെ.